ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോരുന്നതിന് മുമ്പ് നമ്മുടെ ആമ്പൽക്കുളത്തിൽ 3 കളർ ആമ്പൽ വിരിഞ്ഞ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. പലരും ഈ ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇതിൻ്റെ ടിപ്സൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോസിൽ ഇത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആമ്പൽക്കുളം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുള്ള കുളമൊന്നുമല്ല. ഒരു കളറ് ആമ്പൽ ഇട്ടാലാണ് അത് ഉഷാറാകുള്ളൂ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഒരു 3 കളറ് ആമ്പൽ ഇതിനകത്ത് വെച്ചിട്ട് കുറേ നാളുകളായി. പക്ഷേ 3 ഒരുമിച്ച് വിരിഞ്ഞത് ഇന്നാണ് കേട്ടോ. ഒരു നല്ലൊരു ഡാർക്ക് പിങ്കും അതുപോലെ വൈറ്റും ഒരു ലാവൻഡർ കളറും. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഈ ആമ്പൽക്കുളമൊക്കെ ഒത്തിരി പേര് പരിപാലിക്കുന്നുണ്ടാവും. അപ്പോൾ പരിപാലിച്ചിട്ടും നല്ല രീതിയിലാവാത്തവർക്ക് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ആമ്പൽക്കുളം എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കണം കേട്ടോ. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് എനിക്കുണ്ടാകുന്ന വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ പുഴു തിന്നും. അതായത് ഒരു ഇല ഉണങ്ങി ചീഞ്ഞ് ആ ഒരു ആമ്പൽക്കുളത്തിൽ കണ്ടാൽ അതപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ മാറ്റുകയല്ല ചെയ്യുക. ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണങ്ങിയതായിട്ട് കാണുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആ ഒരു ചെളിയിലേക്ക് തന്നെ പൂഴ്ത്തി വയ്ക്കും. അപ്പോൾ അതൊരു വളമാണ്, അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് പോയിക്കോളും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കളയാം. ഒരിക്കലും ഉണങ്ങിയതോ ചീഞ്ഞതോ ആയ ഇലകൾ ഈ അമ്പലക്കുളത്തിൽ തന്നെ തുടരാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ എല്ലാവരും പറയും ഈ പാടത്തും അങ്ങനെ എല്ലായിടത്തൊക്കെ ഉള്ളിടത്തൊക്കെ അങ്ങനെയാണോ എന്ന്. പക്ഷെ അത് വിശാലമായി കിടക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ 1-2 ഇലകൾ പോയാലും നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ചെറിയ പോണ്ടിൽ നമ്മുടെ ഇലകൾ ഭംഗിയായിട്ട് നല്ല കരുത്തായിട്ടുണ്ടായാൽ മാത്രമാണ് നമ്മുടെ ആമ്പൽപ്പൂക്കളും കുറച്ച് നല്ല രീതിയിൽ വരികയുള്ളൂ, ചെടി നല്ല ഉഷാറായിട്ട് വരുള്ളൂ. ഇല എത്രയോ കരുത്താണോ അത്രയും ആമ്പലിന് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ചീഞ്ഞതും ഉണങ്ങിയതുമായിട്ടുള്ള ആമ്പലൊക്കെ മാറ്റി കുളം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം ഈ കുറച്ച് ഏരിയയിൽ എന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കീടാണുക്കളോ വന്നു കഴിഞ്ഞാൽ പുഴുവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഒച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല എല്ലാം തിന്നു തീർക്കും, അല്ലെങ്കിൽ ഇലയൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ എപ്പോഴും ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ കൂടുതൽ വൃത്തികേടായിട്ട് കിടക്കണ്ടെങ്കിൽ ഓവർ വെള്ളം, അതായത് വെള്ളം ഒഴിച്ച് അത് മുകളിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് കളയുക. ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ചാണകവും എല്ലുപൊടിയും ഒരല്പം വേപ്പിൻ പിണ്ണാക്കും കിഴി കെട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കിഴികൾ കെട്ടിയിട്ട് ഈ ചെളിയുടെ ഉള്ളിലേക്ക് പൂത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമ്പലിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ആമ്പൽ വളർത്തുന്നവർ നിങ്ങളുടെ ടിപ്പും കൂടി ഒന്ന് ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. എനിക്കും കുറച്ചും കൂടി നല്ല ഹെൽത്തായിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു ടിപ്സും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. നമ്മുടെ ഈ ആമ്പൽപ്പൂവ് 3 വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒത്തിരി നഴ്സറികളിൽ നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് പോണ്ട് വാങ്ങിക്കാൻ കിട്ടും. താമര വയ്ക്കാനോ ആമ്പൽ വയ്ക്കാനോ ഒക്കെ അത് നല്ലതാണ്. ഒരു 2000 ചിലപ്പോൾ 2500 രൂപ വില വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചെറുതുണ്ട്, വട്ടത്തിലുള്ള റിങ്ങായിട്ട് കിട്ടും, ഷേപ്പിലും കിട്ടും. നമ്മുടെ ഈ പോണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ലോണുണ്ട്. മതിലിനോട് ചേർന്ന് പിടിപ്പിച്ചിരിക്കുന്ന ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പേൾ ഗ്രാസാണ്. അതിൻ്റെ ആ ഒരു നടുക്കായിട്ട് നമ്മുടെ ഒരു അരയന്നത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഭംഗി കിട്ടുന്ന രീതിയിൽ അത് മണ്ണിൽ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്.